ബ്ലഡ് പ്ലാസ്മ, പിന്നെ പ്രോട്ടീന്, അതായത് പ്രോട്ടീൻ. This is my cute little skeleton. ഇന്ന് എന്താ പറയുക, എനിക്ക് നോട്ടുണ്ട്, പക്ഷെ ഓക്കെ. ഇനി നമ്മുടെ NNCB സീബൻ ക്നോഹൻ ഗ്രൂപ്പ്. ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കണ്ണെന്തോ പൊള്ളി ഉണ്ടോ. ഞാൻ ഇന്ന് രാവിലെ റിയലൈസ് ചെയ്യുന്നത് കണ്ണ് പൊള്ളി. എങ്ങനെ പറ്റിയതാണെന്ന് എനിക്കറിയത്തില്ല. ഐലൈനറിന് എന്തോ റിയാക്ഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ സൈലൻറ്റ് ഇട്ടിട്ടായിരുന്നു അത് കണ്ണ് കറുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഈവനിങ് വ്ളോഗ് ആയിരിക്കും. ഞാനിന്ന് കുറച്ചുകൂടി ഒരു പ്രൊഡക്റ്റീവ് ആയാലോ എന്ന് വിചാരിച്ചു. ഫുള്ള് മൈൻഡൊക്കെ ഒരുമാതിരി സെറ്റ് അവസ്ഥയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് കുറച്ച് വെളിയിലൊക്കെ ഇറങ്ങി നടക്കാം, കുറച്ചൊരു വെട്ടമൊക്കെ മുഖത്തടിച്ച് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നൊരു വീക്കെൻഡോടെയാണ്, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ സ്കൂളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് പഠിക്കാൻ തുടങ്ങണം. കാരണം ഈ വരുന്ന ഓഗസ്റ്റിൽ ഞാൻ സെക്കൻഡ് ഇയറിലേക്കാവും നഴ്സിംഗ്. യെസ്, അപ്പോൾ ഇനി സ്പെഷ്യൽ പ്രൂഫിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇടയ്ക്കുള്ളൊരു പ്രൂഫിംഗ് എക്സാം ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒറ്റയടിക്കിരുന്ന് പഠിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് പഠിത്തം മാത്രമല്ല, ഇവിടെ ജോലിയും കൂടെ ഉണ്ട്. അപ്പോൾ ജോലീൻ്റെ ഇടയ്ക്കും പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടുള്ളൊരു പരിപാടിയാണ്. നാട്ടിലെ പോലെ ചുമ്മാ ഇരിക്കുമല്ല. അപ്പോൾ ഇപ്പോഴേ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വല്ലപ്പോഴെങ്കിലും വായിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ടൈമിൽ നോട്ട് എഴുതാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല. നമ്മുടെ ഇവിടെ നാട്ടിലെ പോലെ നമുക്ക് നോട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് നോട്ട്സ് ഉണ്ട്, എഴുതിയെടുക്കുന്നവരുണ്ട്, അപ്പപ്പോൾ പഠിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെ പഠിക്കാത്ത എന്നെ പോലെയുള്ള പിള്ളേർക്ക് നോട്ട്സും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇന്നിരുന്ന് പയ്യെ നോട്ട്സ് എഴുതാനായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതായത് അനാട്ടമി, മെഡിസിൻ, ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം വലിയ കുഴപ്പമില്ല, എനിക്ക് ക്ലാസ്സിൽ നോട്ട്സ് ഉണ്ട്. അനാട്ടമി, മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ തരുന്ന നോട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് മേ ബി അതിൻ്റെ വെളിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. മറ്റത് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നൊരു കേസ്. അപ്പോൾ അനാട്ടമി, മെഡിസിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ഒരു അടിപൊളി നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞ് ടൈം ടേബിൾ ഉണ്ടാക്കണം. പണ്ടത്തെ പഠിക്കുക എന്നുള്ളൊരു ചിന്ത ഉണർത്തിയെടുക്കണം. എനിക്കിതുവരെ ചുമ വിട്ടു അറിയിട്ടില്ല. ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത് അന്ന് എനിക്ക് വയ്യാണ്ടിരുന്നപ്പോൾ വീഡിയോ ഇട്ടില്ലേ, അന്ന് തുടങ്ങിയതാണ്. ഇതുവരെ നിന്നിട്ടില്ല. എന്താ പറ്റിയിരിക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി ഫസ്റ്റ് പരിപാടി, കുറച്ച് തുണി അലക്കായിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉണക്കായിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് മടക്കി വെക്കണം. ജസ്റ്റ് ഒന്ന് ചെറിയ വൃത്തി പരിപാടിയിലേക്ക് നമുക്ക് തുടങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് പയ്യെ നടക്കാൻ ഇറങ്ങാം. അതൊക്കെ കഴിഞ്ഞ് വന്ന് കുളിക്കണം. പരിപാടികളുണ്ട്. ഇപ്പോഴത്തെ ഒരു വെതർ ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തെ ചേച്ചി പുല്ല് വെട്ടുന്നുണ്ട്. ചേച്ചീനെ കാണിക്കാൻ പറ്റുന്നുണ്ടോ? താഴത്തെ ചേച്ചി പുല്ല് വെട്ട ഒരു ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ. ഇത്രയും വെട്ടമൊന്നുമില്ല കേട്ടോ, ഇത് ക്യാമറ വരുന്നതുകൊണ്ട് എത്രയും വെട്ടം. ഒരു മൂടി, ചെറിയൊരു മൂടലും, അതുപോലെ തന്നെ ഇപ്പോൾ മഴ പെയ്യും എന്നുള്ളൊരു ചാൻസ് ഉള്ളൊരു കാലാവസ്ഥ. മഴ പെയ്യുമായിരിക്കും മിക്കവാറും കേട്ടോ, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം വെതർ നോക്കണം, ഞാൻ നോക്കിയിട്ടില്ല. അപ്പം ഇനി ഞാൻ പോയി ഡ്രസ്സെല്ലാം എടുത്ത് പറക്കിക്കൊണ്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് മടക്കി വയ്ക്കാം. അപ്പോൾ ഒരു 3 ലോഡ് തുണികളുണ്ട് നമുക്ക് അലക്കിയത് ഉണക്കാനായിട്ട്. ശരി, അപ്പോൾ ഇനി ഈ തുണികളെല്ലാം പറക്കി നമ്മൾ മടക്കി സെറ്റാക്കി റൂമിൽ കൊണ്ടുപോയ ശേഷം കാണാം. കാരണം ഇടയ്ക്കൊന്ന് മടക്കട്ടെ. ഒരു മൂടും ഇല്ലാണ്ടിരിക്കുന്ന ഒരു ദിവസം. കാരണം എനിക്കറിയില്ല, എനിക്ക് ഒന്നാമത് പറ്റില്ല, അത് ഒന്നാമത്തെ ഒരു കേസ്. പിന്നെ എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ആണോ എന്താണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തലവേദനയാണ് കുറച്ച് ദിവസമായി, ഇവിടെ വെയിലും കൊണ്ടിട്ട്. അപ്പം ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, അത് വേറൊരു പ്രശ്നം. മൂക്കിന്ന് ശ്വാസം വരുന്നില്ല, മൊത്തത്തിലൊരു ഇഷ്യൂ. അതുകൊണ്ട് ഞാൻ എന്താണേലും ഇത് മടക്കി കൊണ്ടുപോയിട്ട് കാണാം. ഓക്കെ ഗൈസ്, എന്ത് വിട്ടാ. അപ്പം ഇപ്പം നമ്മൾ കൊണ്ടുവന്ന് തുണിയൊക്കെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി വിചാരിച്ചൊരു നല്ല കുളിയ ദിവസമെങ്കിലും. അപ്പം എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ആരോ കമൻറ്റിലാണ് എപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഹെയറിനകത്ത് ഒന്നും ചേരില്ല, എൻ്റെ മുടി എപ്പടി പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൊത്തം പൊടി പോയിട്ടുണ്ട്. പണ്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ഉള്ളുണ്ടായിരുന്നു, നല്ല മുടിയായിരുന്നു, ഇതിലും നല്ല മുടിയായിരുന്നു. പക്ഷേ മുടി മൊത്തം പോയി. ഇങ്ങോട്ട് വന്നതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. മുടി എന്താണെങ്കിലും കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുളിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ഞാൻ കുളിക്കുന്നതിൻ്റെ സാധനങ്ങൾ കാണിച്ചു തരാം. ലൈക്ക് ഞാൻ പണ്ടൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ കുറച്ച് ചേഞ്ച് ചെയ്തു. ഇടയ്ക്കൊരു വരാന്നുള്ളതാണ്. അപ്പം അത് കാണിച്ചു തരാം.
മുടിയിൽ തേക്കുന്ന എന്തൊക്കെയായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പല കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് ഞാൻ കുളിക്കുന്ന സ്ഥലം ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഇത്രയും ഭാഗത്താണ് കുളിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഉണ്ട്, നിൽക്കാൻ പറ്റും. ഇതിൻ്റെ അത് കാണുമ്പോൾ ചെറുത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് എൻ്റെ എല്ലാം. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഭയങ്കര മണോ, അമ്മ ഒടുക്കത്തെ മണോ ഈ സാധനത്തിന്. അത് ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, തിരിച്ചു കൊണ്ടുവന്നതാണ്. ഇതൊരു ജസ്റ്റ് ഒരു ഹെയർ മാസ്ക് ആണ്. ഫിയർലാങ്ങസ് ഗ്ലാൻസിലോസസ് ഹോർ ഗാർണിയറിൻ്റെ ഒരു ഹെയർ മാസ്ക് ആണ്. ഇത് ഞാൻ മിക്കപ്പോഴും തല വാഷ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതെൻ്റെ കണ്ടീഷണർ. ഇത് ഇതുവരെ തീർന്നിട്ടില്ല. ഇവിടെ കണ്ടീഷണർ എനിക്ക് ഭയങ്കര ഉപയോഗം കുറവാണ്. എക്കോ അടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, ഒരു സീസ് ഒച്ച. എനിവേ, പിന്നെ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ. പിന്നെ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച സാധനമാണ് ഇത്. കാരണം എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് ഞാനിപ്പം ഇതാ യൂസ് ചെയ്യുന്നത്, മേല് തേക്കാനായിട്ട്. ഇങ്ങനെ തേക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് ഡുഷ്കിലിട്ടിട്ട്, ഡുഷ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി വാഷ്, അത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് തേക്കും. അപ്പോൾ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ആവും. ഇത് പിന്നെ കയ്യിൽ കിടന്നോളും. അതായത് നമ്മുടെ കൈ നനഞ്ഞിരുന്നാലും ഇത് സെൽഫായിട്ട് ഇങ്ങനെ ഊരി വരത്തില്ല ഈ സാധനം. നമ്മൾ ഊരി എടുത്താൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ എന്തോരം ലൂസായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കിടന്നോളും. ഇങ്ങനെ കിടന്നോളും, അവിടെ കിടന്നോളും. ഓക്കെ, പിന്നെ അയ്യോ, ഇത് എൻ്റെ റൈസർ. ഇത് മാംഗോ ഫ്ലേവേർഡ് റൈസർ ആട്ടോ. മണം ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല, മണത്തൊന്നും നോക്കിയില്ല. പക്ഷെ കാറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് മാംഗോ ഫ്ലേവർ തന്നെ. എനിവേ, പിന്നെ ഇതിപ്പോൾ ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചത്, യൂസ് ചെയ്തിട്ടില്ല. ഇതൊന്ന് യൂസ് ചെയ്യണം എനിക്ക്. ഇത് എന്താ ടെസൂരി ഓറിയൻറ്റ് ഹമ്മം എന്താണെന്ന് എനിക്കറിയത്തില്ല. അരോമാറ്റിക് സ്ക്യാപ് പീലിംഗ്, അതായത് അരോമാറ്റിക് ബോഡി സ്ക്രബാണിത്. ബോഡി സ്ക്രബ് ആർഗൻ ഓയിലും ഉണ്ട്. പിന്നെ ഓറഞ്ചിൻ ബ്യൂട്ട്, ഓറഞ്ചിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. അതെ, ഇത് കുറച്ചുകൂടെ നൈസ് സ്ക്രബാണല്ലോ. അയ്യോ, ഇതാണ് സ്ക്രബ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്കിതിന്ന് യൂസ് ചെയ്യണം. നൈസാന്ന് തോന്നുന്നു. മണം ഒരു സുഖമില്ല, നല്ല സെൻറ്റിൻ്റെ കൂട്ട് മണമൊന്നുമല്ല. നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. മേ ബി ഇത് നല്ല സാധനമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് എൻ്റെ സ്കാൽപ്പ് മസാജർ. ഇതിനകത്ത് പൊടിയൊക്കെ പിടിച്ചിരിക്കും കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്ര ലൈക്ക് ഇത് വെച്ച് മസാജ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ വലിയ ഇഷ്യൂ ഉള്ള സാധനമല്ല. ഇത് മറ്റേ സിലിക്കോണോ ഉണ്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല, സ്കാൽപ്പിനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ സാധാ ഡൂഷ്കല്ല് ഇവിടുത്തെ ഇത് 1 പോയിന്റ് എത്രയുടെയും കണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. സാധാ ഞങ്ങൾ വാങ്ങിക്കാറുള്ള 60-ൻ്റെയും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇത് ഞാൻ വേഗം എടുത്തിട്ട് വന്നു, അതുകൊണ്ട് ചില കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് മിക്സഡ് എന്തോ ഫ്ലേവറുള്ള സാധനം. ഇതിനുള്ള എന്താ വലിയ വെച്ചില്ല. പിന്നെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, റസിയർ ഷോമർ. റസിയർ ഷോം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റസിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പാടായിട്ട് തുടങ്ങിയിട്ടുണ്ട് പോലെ. ഇത് ഷൗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ സ്പ്രേ കാണിച്ചു തരാം, മനസ്സിലാവും. നമുക്ക് ഷേവ് ചെയ്യാൻ നേരത്തെ യൂസ് ചെയ്യുന്ന ഷേവിങ് സ്പ്രേ എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ, ഇതാണ് റസിയർ ഷോ. ഇതാണ് എന്താണെന്ന് കുളിക്കാൻ പോവുക, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ആവശ്യമില്ല എന്നാലും. പിന്നെ സാധാ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള മേല് തേക്കുന്ന സാധനങ്ങളും അതും ഇതൊക്കെ ഉള്ളൂ. ഞാനൊന്നും കളയില്ല ഇങ്ങനെ. അപ്പം ഇതൊക്കെയാണ് ഞാൻ കുളിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ വല്ലപ്പോഴും ഞാൻ ഹോട്ട് ഓയിൽ ചെയ്യും, ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് കുളിക്കാറുണ്ട് വല്ലപ്പോഴും. എനിക്ക് മൂടുണ്ടെങ്കിൽ മാത്രം. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഒരു ചെറിയ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ ഒരു ടീഷർട്ട് കേട്ടോ. എനിക്ക് ബനിയൻ വെച്ച് തലമുടി കെട്ടി വയ്ക്കാൻ വലിയ ഇഷ്ടം. അതിൽ ഒത്തിരി ഇത് പോകും. പിന്നെ ഈ കണ്ണിൽ ഒത്തിരി കൺമഷൻ ഞാൻ കളഞ്ഞിട്ടില്ല, കാരണം ഈ പൊള്ളി ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊരു ചെറിയ വേദനയുണ്ട്. ആൻഡ് ഇത് ഞാൻ ഈ മുടിയൊക്കെ കളർ ചെയ്യുന്ന ഷർട്ടാണ് കേട്ടോ, ടീഷർട്ടാണ്. കുഴപ്പമൊന്നുമില്ല, ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്ന സാധനം. അപ്പം ഞാൻ അതിട്ടോണ്ടിരിക്കുകയാണ്. യെസ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം യൂട്യൂബിലൊക്കെ കയറി നിരങ്ങി ഇങ്ങനെ ഇരിക്കും. 4 മണി ആയുള്ളൂ. പിന്നെ എൻ്റെ ഇടയ്ക്കൊന്ന് വീട്ടിൽ വിളിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യം കാണാം. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു വെതർ കാണാൻ പറ്റും. മഴ പെയ്യുന്നുണ്ട്. യെസ്, നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയില്ല, അത്യാവശ്യം നല്ല മഴയുണ്ട്. തുടക്കെ വെള്ളം ചാടുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് വെള്ളം ചേർന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. പക്ഷേ ഞാനിത് കീപ്പൻ ചെയ്തിടാൻ പോവാണ്. അതായത് ഇത് നമുക്ക് എങ്ങനെ പൊക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മുകളിൽ നിന്ന്
ഇവിടെ പഠിക്കാം. ചെറിയ മഴയത്ത് ഞാൻ ജസ്റ്റ് ഈ വിൻഡോ കീപ്പൺ ചെയ്തിട്ടു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചൊരു ഫ്രഷ് ആയിട്ടുള്ള ഇതൊക്കെ വരും, മനസ്സിലായോ, എയർ വരും, അതിന് വേണ്ടിയിട്ട്. ഇതാണ് നിലവിലെ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ കോലം. അപ്പോൾ ഇതൊന്ന് ക്വിക്കായിട്ട് ഞാൻ വേഗം ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. ടേബിൾ ഞാൻ വേഗം ഒന്ന് ക്വിക്കായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് പഠിക്കാനിരിക്കുന്ന പിള്ളേരുടെ അടുത്ത് പറയാനുള്ളൊരു കേസ്, സൗണ്ട് ഉണ്ടാവും, റോഡ് ആയതുകൊണ്ട് വണ്ടി പോകുന്ന. ഓക്കെ, നിങ്ങൾ പഠിക്കാൻ വന്നിരിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം കരുതുക. ലൈക്ക് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇല്ലെങ്കിൽ പഠിക്കുന്ന ടൈമിൽ നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു ഡീമോട്ടിവേറ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം എടുത്ത് വെക്കുന്നത്. ഞാനത് ചെയ്തു വന്നുകൊണ്ടിരുന്നായിരുന്നു പഠിക്കുന്ന ടൈമിൽ. പിന്നെ നമുക്ക് വേണ്ട പേന, പെൻസിൽ സംഭവങ്ങളെല്ലാം നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടാവണം. ലൈക്ക് നമുക്ക് ഈ ഒരു ടേബിൾ വിട്ട് എങ്ങോട്ടും പോവാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ മാക്സിമം സോഷ്യൽ മീഡിയാസ് കാര്യങ്ങളൊക്കെ ഡിസ്റ്റർബ് മാറ്റി ഡു നോട്ട് ഡിസ്റ്റർബ് മോഡോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെക്കുക. എനിക്കിപ്പോൾ അത് പേഴ്സണലി പറ്റില്ല. നമ്മളിങ്ങനെ ദൂരത്ത് നിന്ന് പഠിക്കുമ്പോൾ വീട്ടുകാർ വിളിക്കുക എന്നുള്ളൊരു ആദ്യം മനസ്സിൽ കിടക്കും. അതുകൊണ്ട് അതെനിക്ക് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും ബാക്കിയുള്ള കാര്യത്തിൽ നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു നിൽക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി എന്താണ് ഞാൻ പഠിക്കാൻ എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ എന്തിനാണ് ഇപ്പോൾ നിലവിൽ പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് സ്പെഷ്യൽ പ്രൂഫിങ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ ആണ്. നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാലും ഇതാന്ന് പറഞ്ഞ് വരും. ഇപ്പം എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയറിൽ ലാസ്റ്റോടുകൂടി സ്പെഷ്യൽ പ്രൂഫും ഉണ്ടാവും. അതും വേഗം ഇനി തന്നെ വരുമല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇനി ടീച്ചേഴ്സ് കുറേ ടോപ്പിക്സ് തരും. അങ്ങനെ കുറേ ഉണ്ട്. ഇപ്പം തന്നെ എൻ്റെ ഒരു അറിവിൽ അനാട്ടമി, മെഡിസിനിൽ ഇത്രയും ടോപ്പിക്സ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ. അനാട്ടമിയിലും മെഡിസിനും കൂടെ മിക്സ് ചെയ്ത് ഇത്രയും ടോപ്പിക്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഫയലിലുണ്ടായിരുന്ന ഇതൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയതാണ്. ഇതിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കോടെ വേറെ കുറേ പോർഷൻസ് എടുത്ത് പോയിട്ടുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട്, ഇങ്ങനെ പോയിട്ടുണ്ട്. ഇത് ജസ്റ്റ് അനാട്ടമിയും മെഡിസിനും മാത്രമാണ്. ഇനിയും വേറെ ഉണ്ട്. അപ്പോൾ അനാട്ടമി മെഡിസിൻ എന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിട്ടല്ല, പക്ഷേങ്കിലും അനാട്ടമിയും മെഡിസിനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറേ ടീച്ചേഴ്സിൻ്റെ സേ എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ സേസ് വെച്ചിട്ടുള്ള കുറേ ടോപ്പിക്സ്, തേമാസം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അതാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഇനി ഇത് കൂടാണ്ട് ഇതുപോലത്തെ ഒരു പേപ്പറോടെ ചിലപ്പോൾ കാണും. അത്രയും ടോപ്പിക്സ് ഫുള്ളാവാനുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചത്. കാരണം എൻ്റെ ഫയല് ഞാൻ സ്കൂളിൽ വെച്ചിട്ട് വന്നു, ഞാൻ എടുത്തില്ല, സം പേഴ്സണൽ റീസൺസ്. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ നമ്മുടെ എല്ലുകളെയൊക്കെ പറ്റി പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ പേപ്പർ ഉള്ളതുകൊണ്ട് ഇതെനിക്ക് എഴുതി പഠിച്ച് കിട്ടിയ 5 മാർക്ക് കിട്ടിയ സാധനം, ഫുൾ മാർക്കൊക്കെ കിട്ടിയ കുറേ ഉണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിവേ ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നൊഹനായിരിക്കും. അപ്പം ഓൾറെഡി ഞാൻ നൊഹൻ പഠിക്കുന്ന ഒരു ടോപ്പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ കൂടെ പഠിച്ചു പോകാം. നമ്മളൊരു വെറൈറ്റി രീതിയിൽ നമ്മൾ കാർഡ്സൊക്കെ എഴുതിയിട്ടായിരിക്കും പഠിക്കുന്നത്. ഞാൻ ലാപ്പിൽ നോക്കി എല്ലാം എടുത്തിട്ടൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ ലാപ്പിൽ ഞങ്ങളുടെ സ്കൂളിനല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങളുടെ സ്കൂളെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ സ്കൂളിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് അല്ല, ഓക്കെ ഇത് വെബ്സൈറ്റാണ്, പക്ഷെ എനിക്കറിയില്ല. ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ടീച്ചേഴ്സ് എല്ലാ ടോപ്പിക്സും നോട്ട്സ് ആയിട്ട് തരാത്തതും കാര്യങ്ങളൊക്കെ അതിനകത്ത് അവരിടും. നമുക്ക് വേണമെങ്കിൽ കോപ്പി എടുക്കുക, പ്രിൻ്റ് എടുക്കുക, ചെയ്യാം. അപ്പം നിലവിൽ അതെൻ്റെ ഫോണിലായിരുന്നു, പിന്നെ പഴയ ലാപ്പിലായിരുന്നു. അപ്പോൾ ഇത് ന്യൂ ലാപ്പ് വാങ്ങിച്ച് പിന്നെ അത് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഒന്നും. അപ്പം നമ്മളിനി പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ഡേറ്റ കാര്യങ്ങളെല്ലാം ഓൺ ആക്കട്ടെ, ഓപ്പൺ ആക്കട്ടെ, കാണിച്ചു തരാം. എടുത്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കാരണം ഇത് ഡാറ്റ ഷൂട്ട്സ് ഉള്ളതാണ്. കാരണം നമുക്കിതൊന്നും ഇൻ്റർനെറ്റിൽ കാണിക്കാനോ അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല. അപ്പം മറ്റേ സാധനം എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതന്നെ സെപ്പറേറ്റ്. ഓക്കെ, ഇത് പഠിക്കാം നമുക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ കാണിക്കാം. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെവേഗുങ്സ് അപ്പറാറ്റ്, ഇതിൻ്റെ യുബബ്ലിക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഫിൽ ചെയ്യാനുള്ളതാണ് വായിച്ചിട്ട്. പിന്നെ ഒരു
പറഞ്ഞിട്ടുണ്ട്. Nennen Sie die 7 Knochengruppen in die das Skelett eingeteilt werden kann. അതായത് 7 ക്നോഹൻ ഗ്രൂപ്പൻ, അതായത് ക്നോഹൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൺസ് ആണ്. എനിക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതിന് മലയാളത്തിൽ പറഞ്ഞു തരാനും അറിയില്ല കേട്ടോ. ക്നോഹൻ ഗ്രൂപ്പ്സ്, 7 ക്നോഹൻ ഗ്രൂപ്പ്സ് നമ്മുടെ അടുത്ത് ഇവിടെ എഴുതാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു സ്കെൽറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് എന്താണെന്ന് എഴുതണം, ഈ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് എഴുതണം. അങ്ങനെ ഇത് ഓരോന്നും എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ നമുക്ക് എന്താ പറയുക, ലാറ്റിൻ വേർഡ്സും ഉണ്ട്. അപ്പോൾ ലാറ്റിൻ വേർഡ്സ് നമ്മൾ എഴുതണം. ഇത് എനിക്ക് ഏറെക്കുറെ അറിയാവുന്ന ഒരു കേസാണ്, പക്ഷേ കുറേയൊക്കെ ഞാൻ മറന്നുപോയി. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആൻസറാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ ടീച്ചർ അതിൻ്റെ ആൻസേഴ്സും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ആൻസർ വരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേർ ഒത വേനിക വേണമെങ്കിൽ പഠിക്കാം കേട്ടോ. മേർ ഒത വേനിക ദ സ്കെലറ്റ് ദസ് എർവാക്സിനൻ മെൻഷൻ ഫെർഫ്യൂക്ട്യൂബർ മേയർ അൽസ് 190 knochen. അതായത് ഒരു എർവാക്സിനൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ സ്കെൽറ്റിൽ ഒരു എന്താ പറയുക 190 മേളിൽ നോഹൻസ് ഉണ്ടാവുന്ന, എല്ലുകൾ ഉണ്ടാവുന്ന. ഓക്കെ, ഇനി നമ്മുടെ നെന്നൻ സി ദി സീബൻ. പല സ്റ്റുഡൻസിനും പല രീതിയായിരിക്കും പഠിക്കാൻ. ഞാൻ ഇന്ന് എന്താ പറയുക, എനിക്ക് നോട്ടുണ്ട്, പക്ഷേ ഈ ഇങ്ങനത്തുള്ള കണ്ടോ, ഇങ്ങനെ നമുക്ക് കുറച്ചൊരു പോസ്റ്റ് കാർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലത്തെ കുറച്ച് സാധനങ്ങൾസ് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ പഠിക്കുന്നത്. ഇതും ഉണ്ട്, നോട്ടും ഉണ്ട്. അപ്പം നമുക്ക് നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിപ്പം ജസ്റ്റ് എൻ്റെ നോട്ട് എടുക്കുന്നു. എനിക്ക് അനാട്ടമിക്ക് ഞാനൊരു സെപ്പറേറ്റ് നോട്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ജസ്റ്റ് ബ്ലൂട്ടിൻ്റെ കാര്യം മാത്രം കഴിഞ്ഞ ദിവസം ഒന്ന് സ്റ്റാർട്ട് ചെയ്തേയുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ജർമ്മനിയിൽ പിള്ളേർ നോട്ട് എടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ടീച്ചേഴ്സ് നോട്ട് തരത്തില്ല. കുറച്ച് പ്രശ്നമുണ്ട്, അവരങ്ങനെ നോട്ട് തരില്ല. നമ്മളെ കൊണ്ട് മാക്സിമം എഴുതിപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലായത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് എഴുതും. ഞാൻ നോട്ട് കാണിച്ചു തരാം. എൻ്റെ നോട്ട്, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നോട്ടത്. ഓക്കെ, ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്ന നോട്ട്. എന്നിട്ട് ഞാനിവിടെ എവിടെയെങ്കിലും ഇതാക്കി വയ്ക്കാം, അപ്പോൾ എളുപ്പമുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ നോട്ട്. ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ഒരു ഹൗസ് ബിൽഡിംഗ് സ്റ്റുഡൻറ്റിനെ കണ്ടിട്ട് ഞാൻ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്താണ്, ലൈക്ക് പേസ്റ്റ് ചെയ്ത് എഴുതിയെടുത്താണ്. അപ്പോൾ പക്ഷേ എൻ്റെ അടുത്ത് ഒറിജിനൽ നോട്ടുണ്ട് ഇതിൻ്റെ. എൻ്റെ ബ്ലോക്ക് അവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. അപ്പം നമുക്കിങ്ങനെ സ്റ്റൈലൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എഴുതാം. ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. പ്ലാസ്മയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലും പ്ലാസ്മയ്ക്ക് പ്ലാസ്മ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ലോയ്ക്കോസ്യൂട്ടിനും എരിത്രോസ്യൂട്ടിനൊക്കെ അങ്ങനെ തന്നെയാണോ പറയുന്നത്, എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ്. പിന്നെ ബ്ലഡിനാണ് ബ്ലൂട്ട് എന്ന് പറയുന്നത്. ബ്ലഡ് പ്ലാസ്മ. പിന്നെ പ്രോട്ടീന്, അതായത് പ്രോട്ടീൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ അല്ലേ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. പിന്നെ ബ്ലൂഡ് പ്ലാസ്മ എന്താണെന്ന് ഈ ഷോർട്ടാക്കി കൊടുത്തേക്കുന്നത് ബ്ലൂഡ് ഓനെ ബ്ലൂഡ് സെല്ലൻ. ബ്ലൂഡ് സെല്ലിൽ ഇല്ലാത്ത ഓനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഓനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട്, ബ്ലൂഡ് സെല്ലൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സെൽസ്. അപ്പം ബ്ലഡ് സെൽസ് ഇല്ലാത്ത ബ്ലൂട്ടാണ് ബ്ലൂഡ് പ്ലാസ്മ. പിന്നെ സർക്ക 96% വാസർ ഉണ്ടാവും അതിൻ്റെ അകത്തെന്ന് പറയുന്നുണ്ട്. പിന്നെ സർക്ക 10% പ്രോട്ടീന്, ഇലക്ട്രോലൈറ്റ്, നെൽസ്റ്റോഫ്, വിറ്റാമിൻ, ഹോർമോൺ, എൻസൈമ്, സ്പൂരൻ എലമെൻറ്റ്, സ്റ്റോഫ് എക്സലൻറ്റ് പ്രൊഡക്റ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ സെറും, ബ്ലൂഡ് പ്ലാസ്മ ഓന്, ഗറിനുങ്സ്, ഫാക്ടോറൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഞാൻ ഈ സ്കെലറ്റ് ഡ്രോ ചെയ്തായിരിക്കും പഠിക്കുന്നത്. അപ്പുറം നന്ദു ഇരിക്കുന്നതുകൊണ്ട് അവൻ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. അപ്പം നമുക്ക് സ്കെലറ്റ് ഡ്രോ ചെയ്ത് ഞാൻ പഠിക്കുന്ന രീതി കാണിച്ചു തരാം. അപ്പോൾ എനിക്കിനി എക്സ്ട്രാ ഒരു നോട്ട് ഇതിന് വേണ്ടിയിട്ട് ആക്കണ്ട. ഓൾറെഡി എനിക്കിതിൻ്റെ ചെറിയ കുറച്ച് നോട്ട്സ് ഉണ്ട് ആ ഒരു സെക്ഷനിലേക്ക് വേണ്ടിയിട്ട് തന്നെ. എങ്കിൽ പോലും ഞാനിത് ഒന്നോടെ റീസ്റ്റാർട്ട് ചെയ്ത് പഠിക്കുകയാണ് ഒരിതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, വാട്ടർ. പേടിച്ചു പോയി, ഈച്ച വന്നിരിക്കുന്നു. ഇവിടുത്തെ ഈച്ചയ്ക്ക് ജീവനില്ല ഗൈസ്. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു അടി കൊടുത്താൽ അത് ചത്തു. നമ്മുടെ നാട്ടിലൊക്കെ ഈച്ചയാണെങ്കിൽ ഇവിടം വരെ എത്തണ്ട, അതിന് മുന്നേ പറഞ്ഞു. അത് ഇവിടെ ഇപ്പം സമ്മർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി ഈച്ചകളുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അത് വെളിയിൽ പോകാൻ പറ്റാണ്ട് ഇവിടെ ഇരുന്ന് മരിച്ചു. ഇനി ഓൾവേസ് നമുക്ക് ഫ്രഷ് എയർ വേണം. പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഉന്മേഷം കിട്ടും. ഞാൻ പറഞ്ഞു കേട്ടോ, വേറെ ആരും പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
എല്ലാം ഞാൻ കുറഞ്ഞ നിലത്തേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് പയ്യെ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബെവേഗുങ്സ് അപ്പറാറ്റ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബെവേഗുങ്സ് അപ്പറാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മൂവ്മെന്റ്സ് എന്നുള്ളൊരു ഇതിൽ പറയാം. അതിനെപ്പറ്റി അതാണ് മെയിൻ നമുക്ക് ഫോക്കസ്. അതിൽ വരുന്നതാണല്ലോ ഈ സ്കെലറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ബോണുകള്, മൂവ്മെന്റ്, ജോയിൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇനി വരുന്നേ ഉള്ളൂ. നമ്മൾ സ്കെലറ്റ് സിസ്റ്റത്തിൽ നിന്ന് തുടങ്ങുന്നു. ഓക്കെ, നമുക്ക് എഴുതാം. ഞാൻ എഴുതിയിട്ട് കാണിച്ചു തരാം കേട്ടോ, ഞാൻ എങ്ങനെയാണ് നോട്ട് എടുക്കുന്നതെന്നൊക്കെ. പക്ഷെ ഇത്തവണ എഴുതിയത് എനിക്ക് അത്ര വലിയ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. ഇതിലും അടിപൊളിയായിട്ട് ഞാൻ എഴുതും കേട്ടോ. എനിവേ, വിട്ടുകളാം. അപ്പോൾ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ദ സ്കെലറ്റ് ദസ് Erwachsenen Menschen verfügt über mehr als 190 Knochen. ഓക്കെ, അതായത് ഞാനത് ഓൾറെഡി പറഞ്ഞു, നമുക്ക് മേയർ അതോ വേനിഗർ ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മേയർ എന്ന് പറഞ്ഞാൽ കൂടുതൽ, വേനിഗർ എന്ന് പറഞ്ഞാൽ കുറവ്. അപ്പോൾ ഒരു സ്കെലറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത്, ഒരു മനുഷ്യൻ്റെ സ്കെലറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത്, സ്കെലറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും സ്കെൽറ്റൻ സിസ്റ്റം, അങ്ങനെയല്ല ഇംഗ്ലീഷ്, സ്കെൽറ്റൻ സിസ്റ്റം 190 190 ബോണുകൾ കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് ദ സ്കെലറ്റ് Guys, this is my cute little skeleton. ഈ സ്കെലറ്റിൻ്റെ അകത്ത് എന്താണെങ്കിലും എനിക്ക് എഴുതി പഠിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എനിക്ക് നോട്ടായിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്കെലറ്റിൻ്റെ പടം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പടം റെഫറൻസ് എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊക്കി എടുക്കട്ടെ. അപ്പം ജർമ്മനിയിലേക്ക് വരാതിരിക്കുന്ന പിള്ളേർക്കൊക്കെ മനസ്സിലാവുമല്ലോ ഇപ്പം എങ്ങനെയാണ് നമ്മളിവിടെ നോട്ട് എടുക്കുന്ന കാര്യങ്ങളൊക്കെ. എല്ലാം നമ്മളിങ്ങനെ ഫയലിലൊക്കെ ആക്കി വെക്കും എളുപ്പത്തിൽ. എല്ലാം ഇവിടെ പേപ്പറില്ല. ഡിജിറ്റൽ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റൽ നോട്ട്സ് എടുക്കാം കേട്ടോ. ഞാൻ എടുക്കാറില്ല, കാരണം തൊല്ല അത്. ഐപാഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ് ഐ തിങ്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ നോട്ട്സ് ഒരു വല്ലാത്ത വള്ളിക്കെട്ട പാടാം. ലാപ്പിലെടുക്കൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കെലറ്റ്. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ആ സ്കെലറ്റിൻ്റെ പരിപാടി നോട്ട് കഴിഞ്ഞ് ഓക്കെ. അപ്പോൾ നോട്ട് എടുത്ത ശേഷം നമുക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇത്ര നോട്ട് എൻ്റെ അടുത്തുണ്ട് ഓൾറെഡി. ഇതിന് ഞാൻ എല്ലാം കറക്റ്റ് അല്ലേ നോക്കും. ഇതെനിക്ക് ടീച്ചർ മാർക്ക് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സാധനം എൻ്റെ ബ്ലോക്കിലായിരിക്കുന്നത്. ഇതെൻ്റെ എക്സാമിൻ്റെ ആണ്. ഇതുണ്ടോ, എക്സാമിന് ടീച്ചർ മാർക്ക് തന്ന 26 പോയിൻ്റ് ഉണ്ട്. നോട്ട് 1 ഉണ്ട്. സർ ഷൂൺ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ടീച്ചറിൻ്റെ ഓണർഷിഫ്റ്റും ഉണ്ട്, സിഗ്നേച്ചറും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എക്സാം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എഴുതിയതാണ്. ഓ വെരി ഗുഡ് ലിസ്ണോ. 5/2/2024 എൻ്റെ എക്സാം. ടീച്ചറിൻ്റെ പേര്, ഷോർട്ട് ഫോം പേര്. ഓക്കെ, അപ്പം നമ്മുടെ ഈ നോട്ട് ഇവിടെ ഇരുന്നോട്ടെ. നമുക്കിനി നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കും കാണാം, കുഴപ്പമൊന്നുമില്ല, കാണാമല്ലോ അല്ലേ. എന്താണ് വലിയുന്നത്? ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് നെക്സ്റ്റ് വണ്ണാണ് നമ്മുടെ ഇതിന് ആൻസർ ടീച്ചർ ഇട്ടിട്ടുണ്ടോ പോലും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആൻസറും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറെ സാധനം. Fassen Sie die Funktionen des Skelettsystems zusammen. സ്കെലറ്റൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് മാറ്റാം.
മാറ്റിയേക്കാം. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പം അതിനകത്ത് മിക്സ് ആക്കി വെച്ചാൽ മതി. അപ്പം ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് എന്താണ്? ഫാസൻസിൻ്റെ ഫുങ്സിയോൺ ദ സ്കെലറ്റ് സിസ്റ്റം. അപ്പം നമുക്ക് പേന എടുക്കാം. ഇതുപോലെ നമ്മുടെ ഇതെല്ലാം വേറൊരു വയലറ്റുകളുണ്ടല്ലോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ സ്കൂളിൻ്റെ പേരൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, എഴുതട്ടെ കേട്ടോ. അങ്ങനെ കുറേ എഴുത്തുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ശ്രമം അവസാനിപ്പിച്ച് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇത് പഠിക്കുന്ന കാര്യമാണ്. പഠിക്കുന്നത് എൻ്റെ മൂഡ് പോയി. കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെ പഠിക്കാനൊന്നും മൂഡില്ല. എന്ത് ചെയ്യാനും. അത് മാത്രമല്ല കേട്ടോ, എനിക്ക് നാളത്തേക്കൊരു ചെറിയ പരിപാടി ചെയ്യാനുണ്ട്. ലൈക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നാളെ എൻ്റെ വെബിനാറാണ്. ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് വെബിനാർ കഴിഞ്ഞിട്ടുണ്ടാവും. എനിവേ നാളെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കോടെ ചെയ്ത് തീർക്കാണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം നാളെ ഇവിടുത്തെ രാവിലെ എത്ര മണിക്കായിരിക്കും? 8 മണിക്ക് വല്ലതും ആയിരിക്കും. നാട്ടിലെ 11 മണി. അപ്പോൾ 3.5 മണിക്കൂർ ഡിഫറൻസ് വെച്ചിട്ട്. അപ്പോൾ നോട്ട് കുറച്ച് പ്രിപ്പയറായി. നമുക്കിതിൻ്റെ ബാക്കി ചെയ്യാനുണ്ട്. എനിവേ അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഒന്നും എടുക്കുന്നുണ്ടാവില്ല. കാരണം ഫുഡൊന്നും കഴിക്കില്ല. ഇനി ചിപ്സ് എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ കിടക്കും. കാരണം എനിക്ക് നല്ല തലവേദനയാണ്, ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് വയ്യ. അന്നേരം നമ്മൾ ഈ നോട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ ബാക്കിയോടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇത് ഞാൻ പഠിക്കാത്ത മെയിൻ ഒരു റീസൺ വേറെ ഉണ്ട്. കാരണം ഇത് ഓൾറെഡി ഞാൻ പഠിച്ചൊരു പോർഷനാണ്. പിന്നെ ഇത് ഇപ്പോൾ റിവൈസ് ചെയ്യേണ്ട അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ലൈക്ക് നാളെ എക്സാം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞില്ലേ, പഠിച്ചെനിക്ക് മാർക്ക് കിട്ടിയതാണ്. ഞാൻ പിന്നെ എക്സ്ട്രാ ആയിട്ട് എഫോർട്ട് ഇട്ട് ഇപ്പോൾ പഠിക്കാത്ത. അപ്പം നോട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ് എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്തില്ല. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഒരു വ്ളോഗായിട്ടാണ്. അപ്പം എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് ഇടാത്ത കേട്ടോ. എനിക്ക് ഇന്നൊരു കൊച്ചു ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജിനായിരുന്നു അടുത്ത വ്ളോഗ് എപ്പോഴത്തേക്കാന്ന് ചോദിച്ചിട്ട്. ഞാൻ റിപ്ലൈ കൊടുത്തില്ല. ഞാൻ ട്രെയിനിലെങ്ങാണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു, ട്രെയിനിലല്ല ബസ്സിൽ കയറി വന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മെസ്സേജ്. തിരക്കാതെ റിപ്ലൈ കൊടുത്തിട്ട് ഇപ്പോഴേ ഓർത്തെ വ്ളോഗ് ഡേയ്സ് പറഞ്ഞതിനപ്പം. അപ്പോൾ എനിവേ നമുക്ക് പിന്നെ കാണാം ഗൈസ്. ഇത് എനിക്ക് BP നോക്കാൻ വേണ്ട ഇവിടെ വാങ്ങിച്ച സാധനം കേട്ടോ. ഹൃദയം ഇടിക്കണ്ടോ നോക്കട്ടെ. എനിക്ക് കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്. ഹൃദയം ഇടിക്കുന്നുണ്ട് ഗൈസ്, ഹൃദയം ഇടിക്കുന്നുണ്ട്. പക് 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 എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഹൃദയം ഇടിക്കുന്നത്. അതുപോലെ BP നോക്കുന്നൊരു സാധനം അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, പഠിക്കാൻ വേണ്ട വാങ്ങിച്ചതാണ്. അങ്ങനെയുള്ള കുറച്ച് സാമഗ്രികളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിവേ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. Don't play with her, don't be dishonest.